എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് 2026 ജനുവരി മാസത്തെ റേഷൻ വിതരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ശനിയാഴ്ച മുതലാണ് സംസ്ഥാനത്ത് റേഷൻ വിതരണം ആരംഭിച്ചത്. ഒരാഴ്ച പിന്നിടുമ്പോൾ സംസ്ഥാനത്തെ നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഈ മാസം ലഭിക്കുന്ന റേഷൻ കട വിഹിതങ്ങളും സപ്ലൈകോ വിഹിതങ്ങളും 15-ാം തീയതി മുതൽ വീണ്ടും ആരംഭിക്കുന്ന മുൻഗണനാ റേഷൻ കാർഡിനുള്ള അപേക്ഷയും ഉൾപ്പെടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് പാവപ്പെട്ട നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. ഇനി എങ്ങനെ ഉൾപ്പെടാൻ കഴിയും എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. 2026 ജനുവരി മാസത്തിൽ ഡിസംബർ മാസത്തെ ക്രിസ്മസ് വിഹിതമായിട്ട് സ്പെഷ്യൽ അരിയായി നീല വെള്ള റേഷൻ കാർഡിന് പ്രഖ്യാപിച്ചിരുന്നതൊന്നും ഈ മാസം ഇല്ല. അതേസമയം ആട്ട പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. നീല റേഷൻ കാർഡിൽ 2 കിലോ വീതം അരി ഓരോ അംഗങ്ങൾക്കും ലഭിക്കും. 4 രൂപ നിരക്കിലാണ് ആ അരി ലഭിക്കുക. അത് മുമ്പേ ഉള്ളതാണ്. കഴിഞ്ഞ മാസം ഉണ്ടായിരുന്ന 5 കിലോ സ്പെഷ്യൽ അരി ഈ പ്രാവശ്യം ഇല്ല. ഇനി ഈ പ്രാവശ്യം ഉള്ളത് അതാത് താലൂക്കിൽ ലഭ്യതയ്ക്കനുസരിച്ച് 1 മുതൽ 2 വരെ ആട്ട, അത് 3 വർഷത്തിന് ശേഷമാണ് ലഭിക്കുന്നത്. അത് നീല റേഷൻ കാർഡിനുണ്ട്. 17 രൂപ നിരക്കിലാണ് ഓരോ പാക്കറ്റ് ലഭിക്കുക. 2 പാക്കറ്റ് വരെയാണ് ലഭിക്കുക. അതേസമയം നീല വെള്ള റേഷൻ കാർഡുള്ളവർക്കുള്ള ആട്ട 10-ാം തീയതി ആകുമ്പോഴും ഇതുവരെ റേഷൻ കടകളിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം. എന്തായാലും വരും മാസങ്ങളിൽ ആ ഒരു ആട്ട കൃത്യമായിട്ട് ലഭിക്കും എന്നുള്ളതാണ്. നോൺ പ്രയോറിറ്റി നോൺ സബ്സിഡി വിഭാഗത്തിൽപ്പെട്ട പൊതുവിഭാഗം വെള്ള റേഷൻ കാർഡിന് 10 രൂപ 90 പൈസ നിരക്കിൽ 2 കിലോ അരി മാത്രമാണ് ഈ ജനുവരി മാസത്തിൽ ഉള്ളത്. അതായത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് 2 വരെ ആട്ട ലഭിക്കും. 1 പാക്കറ്റ് മുതൽ 2 പാക്കറ്റ് വരെ ആട്ട ലഭിക്കും. ഒന്നിന് 17 രൂപയാണ്. അപ്പോൾ ഒരാഴ്ച കൂടിയൊക്കെ കഴിഞ്ഞിട്ട് പോകുന്നതാണ് നീല വെള്ള റേഷൻ കാർഡുള്ളവർ നല്ലത്. റേഷൻ കടയിലേക്ക് ആട്ട എത്താനുള്ള ഒരു കാലതാമസം ഇപ്പോഴുമുണ്ട്. എല്ലാ റേഷൻ കടകളിലേക്കും ജനുവരി മാസത്തിൽ വിതരണം ചെയ്യേണ്ട സാധനങ്ങൾ സ്റ്റോക്ക് എത്താത്തത് കൊണ്ട് തന്നെ നീല വെള്ള റേഷൻ കാർഡിനുള്ള ഈ ഒരു ആട്ട ലഭിക്കില്ല. മറ്റ് സ്റ്റോക്കുകളെല്ലാം പഴയതുണ്ടായത് കൊണ്ട് തന്നെ അരിയൊക്കെ ലഭിക്കും. ആട്ട ലഭിക്കണമെങ്കിൽ കുറച്ചുകൂടി ദിവസം കാത്തിരുന്ന് പോകുന്നതാണ് നല്ലത്. മുൻഗണനാ വിഭാഗം റേഷൻ കാർഡിന് അപേക്ഷ സമർപ്പിച്ചവർക്ക് മുൻഗണനാ വിഭാഗം റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുകയുണ്ടായി. കഴിഞ്ഞ ദിവസം 7000-ഓളം ആളുകൾക്ക് മഞ്ഞ റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുന്ന നടപടികൾ ഉണ്ടായിരുന്നു. പിങ്ക് റേഷൻ കാർഡുകളുടെ വിതരണം ഉടൻ ആരംഭിക്കും. 30,000-ത്തിലധികം ആളുകൾക്കാണ് ഇപ്പോൾ മുൻഗണനാ റേഷൻ കാർഡ് അനുവദിച്ചിട്ടുള്ളത്. 1 ലക്ഷത്തോളം ഒഴിവുകളാണുള്ളത്. ബാക്കിയുള്ള ഒഴിവുകളിലേക്ക് ജനുവരി 15 മുതൽ ഓൺലൈൻ അപേക്ഷ വീണ്ടും ആരംഭിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ അറിയിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നീല വെള്ള റേഷൻ കാർഡുള്ളവർ പാവപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. വാടക വീട്ടിൽ താമസിക്കുന്ന, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെല്ലാം നീല റേഷൻ കാർഡിലുണ്ട്. എന്നിട്ടും അവർക്ക് നീല വെള്ള റേഷൻ കാർഡ് ആയതുകൊണ്ട് തന്നെ സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് അതിലുള്ള വനിതകൾക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ആളുകൾ കൂടി ശ്രദ്ധിക്കുക. ഈ 15-ാം തീയതി മുതൽ, കഴിഞ്ഞ മാസം 31-ാം തീയതി വരെ അവസരമുണ്ടായിരുന്നു. ഇനി അടുത്ത 15-ാം തീയതി മുതൽ വീണ്ടും മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ള ഒരു അവസരമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കുകയും മുൻഗണനാ റേഷൻ കാർഡ് നേടിയെടുക്കുകയും ചെയ്താൽ ഇപ്പോൾ നീല വെള്ള റേഷൻ കാർഡിൽ ഉള്ളവർക്ക് ആ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 1000 രൂപ സ്ത്രീ സുരക്ഷാ പെൻഷന് വേണ്ടിയിട്ട് ആ കാർഡിലെ 35 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് അപേക്ഷിക്കാം. അതുകൊണ്ട് തന്നെ പാവപ്പെട്ട ആളുകളാണ് എന്ന് നിങ്ങൾക്ക് മുൻഗണനാ റേഷൻ കാർഡിന് അർഹതയുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നീല വെള്ള റേഷൻ കാർഡുള്ളവരോടാണ് പറയുന്നത്, മുൻഗണനാ റേഷൻ കാർഡിന് 15-ാം തീയതി മുതൽ അപേക്ഷ നൽകുക. അതിലുള്ള സ്ത്രീകൾക്ക് ഈ ആനുകൂല്യം കൈപ്പറ്റാൻ വേണ്ടി അവസരം ഒരുക്കുക. അത് നേടിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്തായാലും സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്കു നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് അപേക്ഷിക്കാൻ ഈ ഒരു വഴിയല്ലാതെ മറ്റൊരു വഴിയില്ല. അതുപോലെ തന്നെ നിലവിൽ മുൻഗണനാ കാർഡായ, അതായത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലൂടെ അപേക്ഷ നൽകി അത് കിട്ടി തുടങ്ങിയതിന് ശേഷം കാർഡ് നീലയോ വെള്ളയോ ആക്കുകയാണ് എങ്കിൽ അവരുടെ പെൻഷൻ ഇല്ലാതെ ആവുകയും ചെയ്യും എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു. മറ്റൊന്ന്, നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് സപ്ലൈകോ വിഹിതങ്ങൾ ലഭിക്കുന്നതാണ്. ക്രിസ്മസ് വിപണി അവസാനിച്ചു എങ്കിലും 50-ാം വാർഷികം തുടങ്ങിയതിനു ശേഷം 285 സാധനങ്ങൾക്ക് വിലക്കുറവിൽ സപ്ലൈകോയിലൂടെ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സാധനങ്ങൾ വാങ്ങാം. അതുപോലെ തന്നെ 13 സബ്സിഡി സാധനങ്ങൾ വാങ്ങാവുന്നതാണ്. 2 ലിറ്റർ വെളിച്ചെണ്ണ ഓരോ റേഷൻ കാർഡിനും സബ്സിഡി, അത് 1 ലിറ്റർ സബ്സിഡിയും 1 ലിറ്റർ സബ്സിഡി ഇല്ലാതെയും ലഭിക്കുന്നതാണ്. അത് 1 ലിറ്റർ വാങ്ങുകയാണെങ്കിൽ 1/2 ലിറ്റർ സബ്സിഡിയും 1/2 ലിറ്റർ സബ്സിഡി ഇല്ലാതെയുമാണ് ലഭിക്കുക. സബ്സിഡി അരിയായിട്ട് ജയാരി, കുറുവരി, മട്ടരി ഇവയിൽ ഏതെങ്കിലും ഒരു അരി
ആദ്യ 15 ദിവസത്തിൽ 4 കിലോയും പിന്നീടുള്ള 15 ദിവസത്തിൽ, അതായത് 15-ാം തീയതി വരെ 4 കിലോയും 15-ാം തീയതി മുതൽ 31-ാം തീയതി വരെ 4 കിലോയും അങ്ങനെ വാങ്ങാം. 8 കിലോ വാങ്ങാം, 2 കിലോ പച്ചരിയും വാങ്ങാം. പിന്നെ 25 രൂപ നിരക്കിൽ 20 കിലോ അരി വാങ്ങാവുന്നതാണ്. അത് പച്ചരിയോ പുഴുങ്ങലരിയോ ഇഷ്ടമുള്ളത് വാങ്ങാവുന്നതാണ് എന്ന് ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. സ്റ്റോക്ക് ഉണ്ടെങ്കിലാണ് കിട്ടുക. അത് ജയാരി, കുറുവരി, മട്ടരി പോലെയുള്ള അരിയല്ല, റേഷൻ കടയിലൂടെ വിതരണം ചെയ്യുന്ന സദാ അരിയാണ് എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു. കാണാം. ദൂരേക്കും. ബൈ.